അപ്പഞ്ഞാണ്ടായിരുന്നു. ചാണ്ടിയമ്മനെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഞാനൊരു പോയിന്റ് പറഞ്ഞു തരാൻ വേണ്ടി വിളിച്ചതാ. നമ്മളെ ഈ ഓശാന ഞായറാഴ്ചയെ യേശുക്രിസ്തുവിന് എല്ലാവരും ഓശാനമായപ്പോ യേശുക്രിസ്തു യാത്ര ചെയ്ത ഒരു കഴുതയുടെ പറഞ്ഞല്ലേ. ഇപ്പൊ ഈ ചാണ്ടിയമ്മൻ തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ കഴുതയുടെ സ്വഭാവം. കഴുത എന്താ എന്നറിയാമോ? ഈ യേശുക്രിസ്തു യേശുക്രിസ്തുവിനെയാണ് ഓശാന പാടിയിരുന്നോ യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ആരോ വിളിച്ചപ്പോ കഴുതയ്ക്ക് അറിയത്തില്ല. കഴുതയുടെ വിചാരം കഴുതേനെ ആരാധിച്ച ആളാണ്. അപ്പൊ എന്തായെന്ന് പറയാം, പിറ്റേ ദിവസം യേശുക്രിസ്തു ഇത് പുള്ളി ഇറങ്ങിപ്പോയില്ലേ, പിറ്റേ ദിവസം കഴുത ടൗണിൽ ഇറങ്ങിയിട്ട് വിലസാൻ തുടങ്ങി. കഴുതയുടെ വിചാരം ഇരിക്കുന്നത് കഴുതേനെയാണ് ഈ ആൾക്കാർ ഈ ആരാധിച്ചതും ഇതെല്ലാം കാണിച്ചെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ടൗണിൽ ഇറങ്ങി കഴുതയൊക്കെ വിലസാൻ തുടങ്ങി. അപ്പൊ ആരും ഗവനിക്കാതെ വന്നു കഴിഞ്ഞപ്പോ ഇവനെന്താന്ന് ചോദിച്ചാൽ എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി. നാട്ടുകാരാണ് അടിക്ക് ശരിയാക്കി അവരെ എന്ന് പറഞ്ഞോളാണ് ചാണ്ടിയമ്മന്റെ സ്വഭാവം. എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഇതിലാ ഇവര് ചെയ്തെന്നുള്ള അവൻ അറിയത്തില്ല. പൊട്ടൻ ആ കഴുതയുടെ സ്വഭാവമായി ഇവര്. യേശുക്രിസ്തു കയറിയ കഴുതയ്ക്ക് ഇവൻ ചെയ്യേണ്ട അറിയാം. കഴുത പിറ്റേ ദിവസം അഹങ്കരിച്ചു. ഇവന്റെ വിചാരം ഇരിക്കുന്നത് ഇവന്റെ ഏതോ കഴിവ് കൊണ്ടാണ് ഇവൻ ഇവിടെ ജയിച്ചെന്നുള്ളതും ഇവന്റെ ഏതോ കഴിവ് കൊണ്ടാണ്. ഇവൻ എന്നാ കാര്യം ഒരു മൈലുമില്ല. ഇവനും കണക്കാ മറ്റേ ഏക്കാനിന്റെ മകനും കണക്കാ, രണ്ടെണ്ണം കണക്കാ. ഈ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഇവനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകാൻ? ഇവനെ ഒന്നിനും കൊള്ളുകാരെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. കൊള്ളുകാരെന്ന് അറിയാം, അതുകൊണ്ട് തന്നെയാ. ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപാട് നിലവാരവും ഇതൊക്കെ ഉള്ള സമയത്ത് ഇവൻ ഈ ചീട്ടൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്നാ അറിയോ, ചെന്നിത്തലയാണ്. ഇപ്പൊ ചെന്നിത്തലയ്ക്ക് ഇവിടെ കേരളത്തിൽ യാതൊരു ഇതുമില്ല. ഗുജറാത്തിൽ പോയിട്ട് അവിടെ പരാജയപ്പെട്ടു പോയില്ലേ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവൻ എങ്ങനെയും എന്നാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പിടിച്ചൊരു കളിയൊക്കെ കളിച്ചിട്ടേ വലിയ ഇതാക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഇവന് മുരളി നല്ല നേതാവോട്ടോ. എന്നാ പറഞ്ഞാല് എനിക്ക് മുരളിയെ ഇഷ്ടമാണ്. ആ കർണാടകം വളർത്തി കൊണ്ടുവന്നില്ല. കർണാടക കാറ്റ് വാരിയതാ ഇവന് ചെന്നിത്തലേ. ഇവനെ കൊണ്ട് കളിപ്പിക്കുന്ന മുഴുവൻ ഈ പൊട്ടണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നാട്ടിലെ പ്രാവശ്യം ഇവന് ഇവിടെ സീറ്റ് കിട്ടുക. സീറ്റ് കിട്ടിയാൽ തന്നെ ഇവൻ ജയിക്കുമോ? ജയിക്കത്തില്ല. ഇവനൊരു ഭാവിയില്ല. ഇവന് ഇതിനോട് ഈ പ്രാവശ്യം അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിയോ ഇവന് സീറ്റ് കൊടുക്കും. സീറ്റ് കൊടുത്താലുള്ള കൃത്യമായിട്ട് ഇവനെ തോപ്പിച്ചിരിക്കും. ഇവര് സീറ്റ് കൊടുക്കും. കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥി വരിക, റിബൽ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. ഇവൻ ജയിക്കത്തില്ല. ഇവൻ മര്യാദയ്ക്ക് നിൽക്കുകയാണെന്നുള്ള എന്തായാലും നല്ല ഭാവി ഇവൻ അറിയത്തില്ല. പൊട്ടനാന്നേ ഇവനും. അതെ ഏക്കാൻ്റെ മകൻ. ഇവന്മാർ രണ്ടും പൊട്ടന്മാരാ. ഏക്കാൻ്റെ മകന്റെ വായിന്ന് വരുന്ന വാർത്തയാണ് 125 കൊല്ലം കൊണ്ട്. 125 കൊല്ലം ഇവരൊക്കെ ജീവിച്ചിരിക്കും. 125 കൊല്ലം കൊണ്ട് ഇന്ത്യ രാജ്യം എവിടെയെത്തുന്ന പറയുന്നത്. കഴുതയുടെ തനി സ്വഭാവമല്ലേ ഇവന്. കഴുതയ്ക്ക് എന്നാ കഴിവുണ്ട്? അവന്റെ അപ്പന്റെ ആ കഴിവ് കൊണ്ട് തന്നെ. അപ്പൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പന്റെ ആ കഴിവ് വെച്ചിട്ട് ഇവൻ കളിക്കുന്ന അത് വില പോകുകയാണ്.